നമസ്കാരം. ഇത് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഖനന നഗരമാണ്. ആ നഗരത്തിന്റെ പേരാണ് ക്ലോൺകറി. ആ ക്ലോൺകറിയിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആദ്യം നമുക്ക് ക്ലോൺകറി നദിയുടെ ഒരു ആകാശ ദൃശ്യം ഒന്ന് കണ്ടു നോക്കാം. ക്ലോൺകറിയിൽ താമസിക്കുന്നവരും സന്ദർശകരും പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ക്ലോൺകറി റിവറിൽ മുതലകളുണ്ടോ? 2014 ക്ലോൺകറിയിലെ ചൈനമാൻ ക്രീക്ക് ഡാമിൽ ഏകദേശം 3 മീറ്റർ നീളമുള്ള ഒരു ഫ്രഷ് വാട്ടർ ക്രോക്കഡൈലിനെ കണ്ടെത്തി. സാധാരണയായി ഫ്രഷ് വാട്ടർ ക്രോക്കഡൈൽ മനുഷ്യനെ ആക്രമിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാകാം അധികൃതർ അത് ആളുകൾക്ക് വലിയ ഭീഷണിയില്ലെന്നും ആക്രമണ സ്വഭാവം കാണിച്ചിട്ടില്ലെന്നും അറിയിച്ചിട്ടുള്ളത്. ക്ലോൺകറി എന്ന ഈ ചെറിയ ഔട്ട്ബാക്ക് പട്ടണത്തിൽ ഏകദേശം 2500ഓളം ആളുകൾ മാത്രമാണ് താമസിക്കുന്നത്. ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ സ്ഥലത്ത് എത്ര മലയാളികൾ താമസിക്കുന്നുണ്ട് എന്നാവും അല്ലേ? നമ്മളുടെ വിരലുകൾ കൊണ്ട് എണ്ണിയെടുക്കാവുന്നത്ര മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മലയാളികളുടെ എണ്ണം. വെറും 3 ഫാമിലി. എന്താണ് ഈ പട്ടണത്തിന്റെ പ്രത്യേകത? അതെ, ഖനന മേഖലയിലെ ഒരു പ്രധാന കേന്ദ്രമാണ് ക്ലോൺകറി. ഇവിടെ പ്രധാനമായിട്ടും ലഭിക്കുന്നത് കോപ്പർ, സിങ്ക്, സിൽവർ, ലെഡ് ആൻഡ് ഗോൾഡ്. എന്നെ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇവിടെ വന്ന് ചെറിയ ഒരു ഖനനമൊക്കെ നടത്തി കുറച്ച് സ്വർണം സമ്പാദിക്കാൻ? കാരണം നമ്മൾ മലയാളികളല്ലേ. ഇതാ ഈ കാണുന്നതാണ് ക്ലോൺകറി റിവർ. ആ മോഡിൽ കാണുന്നത് ക്ലോൺകറി പാലവും. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ആഴ്ചയിലെ 2 ദിവസം മാത്രം സർവീസ് നടത്തുന്നു. മൗണ്ട് ഐസ മുതൽ ബ്രിസ്ബെയിൻ വരെയും തിരിച്ച് ബ്രിസ്ബെയിൻ മുതൽ മൗണ്ട് ഐസ വരെയും ഏകദേശം 1900 കിലോമീറ്ററിലധികം ദൂരം സഞ്ചരിക്കുന്ന സ്പിരിറ്റ് ഓഫ് ദ ഔട്ട്ബാക്ക് എന്ന ദീർഘദൂര പാസഞ്ചർ ട്രെയിനാണ്. ഇതാണ് ക്ലോൺകറിയിലെ എയർപോർട്ട്. ഈ എയർപോർട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. 1928 ലോകത്തിലെ ആദ്യ സ്ഥിരമായ എയർ മെഡിക്കൽ സർവീസായ റോയൽ ഫ്ലൈയിങ് ഡോക്ടർ സർവീസിന്റെ ആദ്യ പ്രവർത്തനങ്ങൾ ക്ലോൺകറിയിൽ നിന്നാണ് ആരംഭിച്ചത്. എവിടെ നോക്കിയാലും നമുക്ക് ഒരു വലിയ കാളയുടെ പ്രതിമ കാണാൻ കഴിയും. എന്തിനാണ് അങ്ങനെ ഒരു കാളയുടെ പ്രതിമ അവിടെ വെച്ചിരിക്കുന്നത്? അതൊരു അലങ്കാര പ്രതിമ മാത്രമല്ല. ക്ലോൺകറി എയർപോർട്ടിന്റെ മുന്നിലുള്ള വലിയ കാളയുടെ പ്രതിമയ്ക്ക് പ്രദേശത്തിന്റെ ചരിത്രവും സമ്പദ് വ്യവസ്ഥയുമായി നേരിട്ട് ബന്ധമുണ്ട്. ക്ലോൺകറിയിൽ പ്രധാനമായിട്ടും 2 സ്കൂളുകളാണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് സ്കൂളും രണ്ടാമത്തേത് സെന്റ് ജോസഫ് സ്കൂൾ. ഇതാണ് ക്ലോൺകറിയിലെ ഹോസ്പിറ്റൽ. ഖനന ചരിത്രത്തിന്റെ സാക്ഷ്യം. അതാണ് ക്ലോൺകറിയിലെ ചൈനീസ് സെമിട്രിയുടെ പ്രത്യേകത. 1800കളുടെ അവസാനത്തിലും 1900കളുടെ തുടക്കത്തിലും സ്വർണം, ചെമ്പ് എന്നിവയുടെ ഖനനത്തിനും വ്യാപാരത്തിനുമായി നിരവധി ചൈനക്കാർ ക്ലോൺകറിയിലെത്തി. എന്തുകൊണ്ടാണ് ചൈനക്കാർക്കായി പ്രത്യേകം ഒരു ശ്മശാനം? ആ കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും യൂറോപ്യൻ ശ്മശാനങ്ങളിൽ നിന്ന് വേർതിരിച്ച് ചൈനക്കാർക്കായി പ്രത്യേകം ശ്മശാനങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ക്ലോൺകറിയിലെ ചൈനീസ് സെമിത്തേരിയും അത്തരത്തിലുള്ള ഒരു ചരിത്ര സ്മാരകമാണ്. എവിടെ പോയാലും എൻ്റെ കണ്ണുകൾ ആദ്യം ഓടിയെത്തുന്നത് അവിടുത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടിലേക്കായിരിക്കും. പിന്നീട് അവിടെ 2 മാച്ച് എങ്ങനെ കളിക്കുവാൻ പറ്റും എന്ന ചിന്തയിലായിരിക്കും ഞാൻ എപ്പോഴും. ജോൺ ഫ്ലിൻ പ്ലേസ് മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി ക്ലോൺകറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സാംസ്കാരിക കേന്ദ്രമാണ്. ഇതൊരു മ്യൂസിയം മാത്രമല്ല, ഓസ്ട്രേലിയയുടെ ഔട്ട്ബാക്ക് ജീവിതം എങ്ങനെ മാറിയെന്ന കഥ പറയുന്ന ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.